പ്രൈസ് ഗോഡ്. പ്രിയരെ, ദൈവം നമ്മോടിന്ന് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് ശുശ്രൂഷക്കാരനും ദാസനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഒരടിമയും ദാസനും തമ്മിലുള്ള വ്യത്യാസം യേശു നമ്മോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് മത്തായി 20 അധ്യായം, അതിൻ്റെ 25 മുതൽ 27 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. യേശുവോ അവരെ അടുക്കെ വിളിച്ചു, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരു ശുശ്രൂഷക്കാരൻ അല്ലെങ്കിൽ ഒരു ദാസൻ ഒരു വേലക്കാരനാണ്. വരുവാനും പോകാനും ഒരു സമയമുണ്ട്. ദിവസം ഇത്ര വച്ച് കൂലിയുണ്ട്. അവന് അവൻ്റേതായ അവകാശമുണ്ട്. ഇതിലെന്തെങ്കിലും ആ വ്യക്തിക്ക് കിട്ടിയില്ലെങ്കിൽ പിറുപിറുക്കും. ഒരുപക്ഷെ ജോലി വിട്ടേച്ചും പോകാവുന്നതാണ്. ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവന് പ്രത്യേക അവകാശമൊന്നുമില്ല. അവൻ്റെ അവകാശം മുഴുവനും അവൻ്റെ യജമാനനുള്ളതാണ്. യജമാനനാണ് അവൻ്റെ അവകാശം മുഴുവനും ഉപയോഗിക്കുന്നത്. യജമാനനാണ് അവൻ്റെ മേൽ പൂർണ്ണ ഉത്തരവാദിത്വം ഉള്ളത്. അടിമയ്ക്ക് ആരോടും ഒരു പരാതിയുമില്ല. ആര് തന്നെ എന്ത് ചെയ്താലും താൻ ഒന്നും തിരിച്ചു ചെയ്യുകയില്ല. പകരം തൻ്റെ യജമാനനെ എല്ലാം അറിയിക്കും. തൻ്റെ അവകാശം താൻ ഉപയോഗിക്കുകയേയില്ല. അത് യജമാനനുള്ളതാണ്. താൻ യജമാനൻ്റേതാണ്. യേശു കാണിച്ച മാതൃക ഇത് തന്നെയാണ്. യേശുവിനോട് നമുക്ക് പറയാമോ, ഇതേപോലെ പിതാവാൻ ദൈവത്തെ അനുസരിപ്പാൻ യേശുവിനെ പോലെ ആയിത്തീരുവാൻ എന്നെ സഹായിക്കണമേ. എനിക്ക് ഒട്ടും പിതാവാൻ ദൈവത്തെ അനുസരിക്കാനായിട്ട് പറ്റുന്നില്ല. എനിക്ക് ഇത് പോരാ പപ്പായെ എനിക്ക് പൂർണ്ണമായി പ്രസാദിപ്പിച്ചേ പറ്റുള്ളൂ. പപ്പയുടെ ഇഷ്ടം എന്താണോ അതെനിക്ക് നിറവേറ്റിയേ പറ്റുള്ളൂ. പ്രിയരെ, അങ്ങനെയുള്ള ഒരു വ്യക്തി പിതാവിൽ മാത്രം ആശ്രയം വെച്ചുള്ള ജീവിതമായിരിക്കും നയിക്കുന്നത്. യേശു ക്രിസ്തുവിലൂടെ അവർക്ക് വേണ്ടതായിട്ടുള്ളതെല്ലാം ദൈവം നടത്തിക്കൊടുക്കും. ആ വ്യക്തി ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുന്നു, മേലിൽ നിന്നുള്ളത് തന്നെ ചിന്തിക്കുന്നു. ആ വ്യക്തി മരിച്ചു, തൻ്റെ ജീവൻ ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതാണ് ഒരു അടിമയുടെ ലക്ഷണം. അവൻ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കും. ക്രിസ്തുവിനോട് കൂടി മരിച്ചു അടക്കം ചെയ്തു, ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഭൂമിയിലുള്ളതല്ല, സ്വർഗത്തിലുള്ളതാണ് പിന്നെ ചിന്തിക്കുന്നത്. അവൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്. അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ്. ആ ആലയം വിസ്തൃതമായി കൊണ്ടേയിരിക്കും. ഇവിടെയാണ് ദൈവത്തിന് സ്വർഗത്തിലെ മുഴുവൻ സമ്പത്തും ഇറക്കുമതി ചെയ്ത് വ്യാപാരം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ആ സ്വർഗത്തിലുള്ളത് ദൈവത്തിൻ്റെ സൽഗുണങ്ങൾ, വിശുദ്ധി, ആത്മാവിൻ്റെ ഫലങ്ങൾ നിറഞ്ഞ് ഒഴുകുന്നതായിരിക്കും. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം താൻ ചെയ്യുന്നത് ദൈവം തന്നിൽ ചെയ്യുന്നതാണ്. ഞാൻ സംസാരിക്കുമ്പോൾ ദൈവം എന്നിൽ സംസാരിക്കുന്നു. ഞാൻ കാണുമ്പോൾ ദൈവം എന്നിൽ കാണുന്നു. ഞാൻ നടക്കുമ്പോൾ ദൈവം എന്നിൽ നടക്കുന്നു. ഞാനല്ല, യേശു എന്നിൽ ജീവിക്കുന്നു. എൻ്റെ ഉള്ളിലുള്ള ദൈവരാജ്യം പിതാവും പുത്രൻ്റെയും വാസസ്ഥലമായ ദൈവരാജ്യം വിശാലമായി കൊണ്ടിരിക്കും. ഞാൻ ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണല്ലോ. അങ്ങനെ ഞാനെന്ന ദൈവരാജ്യത്തിലൂടെ
ദൈവത്തിന് വിശാലതയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തിപദം വിശാലമാകും. എന്നിലൂടെ ദൈവം അത് ചെയ്തെടുക്കും. ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തന തത്വം നമ്മിലൂടെ ദൈവത്തിന് ചെയ്തെടുക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാമോ? യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ വായ് കൊണ്ട് പറയുന്നത് ജീവനായി വെളിപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം നമ്മിൽ ഒഴുകിയിറങ്ങി ദൈവത്തിന് ഭൂമിയിലേക്കുള്ള വഴി ആകുവാൻ ഇങ്ങനെയുള്ള ഒരു അടിമയ്ക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാമോ? ദൈവത്തിന് വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതത്തിനർത്ഥമില്ലല്ലോ. സ്രഷ്ടാവിന് വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതം ലാഭമല്ലല്ലോ. ദൈവത്തിന് വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതത്തിനർത്ഥമില്ലല്ലോ. സ്രഷ്ടാവിന് വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതം ലാഭമല്ലല്ലോ. വീണ്ടെടുപ്പിൻ മുൻപ് നാം ആദത്തിൻ നിറം, വീണ്ടെടുക്കപ്പെട്ട നാം ക്രിസ്തുവിൻ നിറം. വീണ്ടെടുപ്പിൻ മുൻപ് നാം ആദത്തിൻ നിറം, വീണ്ടെടുക്കപ്പെട്ട നാം ക്രിസ്തുവിൻ നിറം. ദൈവത്തിന് വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതത്തിനർത്ഥമില്ലല്ലോ. സ്രഷ്ടാവിന് വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതം ലാഭമല്ലല്ലോ. ആദത്തിൽ സൃഷ്ടിക്കപ്പെട്ട നാം പാപത്തിൽ വീണുപോയല്ലോ. ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട നാം പാപവിമുക്തി പ്രാപിച്ചേ. ആദത്തിൽ സൃഷ്ടിക്കപ്പെട്ട നാം പാപത്തിൽ വീണുപോയല്ലോ. ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട നാം പാപവിമുക്തി പ്രാപിച്ചേ. പൂർണ്ണരായി മാറിടാം, അവകാശം നേടിടാം, സ്വർഗത്തിൻ പൈതലായി ഭൂമിയെ വാണിടാം. പൂർണ്ണരായി മാറിടാം, അവകാശം നേടിടാം, സ്വർഗത്തിൻ പൈതലായി ഭൂമിയെ വാണിടാം. ദൈവത്തിന് വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതത്തിനർത്ഥമില്ലല്ലോ. സ്രഷ്ടാവിന് വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതം ലാഭമല്ലല്ലോ. ദൈവത്തിന് വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതത്തിനർത്ഥമില്ലല്ലോ. സ്രഷ്ടാവിന് വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതം ലാഭമല്ലല്ലോ. ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട നാം പരിപൂർണരായി തീർന്നല്ലോ. വീണ്ടും ജനനത്തിലൂടത് യാഥാർത്ഥ്യമാക്കി തീർത്തല്ലോ. ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട നാം പരിപൂർണരായി തീർന്നല്ലോ. വീണ്ടും ജനനത്തിലൂടത് യാഥാർത്ഥ്യമാക്കി തീർത്തിടാം. കർത്തനെ അനുഗമിച്ച് കർത്തനെ ധരിച്ചിടാം, സ്വർഗത്തിൽ
സ്വർഗത്തിൻ പൈതലായി ഭൂമിയെ വാണിടാം. കർത്തനെ അനുഗമിച്ച് കർത്തനെ ധരിച്ചിടാം. സ്വർഗത്തിൻ പൈതലായി ഭൂമിയെ വാണിടാം. ദൈവത്തിന് വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതത്തിനർത്ഥമില്ലല്ലോ. സൃഷ്ടാവിന് വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതം ലാഭമല്ലല്ലോ. ദൈവത്തിന് വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതത്തിനർത്ഥമില്ലല്ലോ. സൃഷ്ടാവിന് വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതം ലാഭമല്ലല്ലോ. വീണ്ടെടുപ്പിൻ മുൻപ് നാം ആദത്തിൻ നിറം, വീണ്ടെടുക്കപ്പെട്ട നാം ക്രിസ്തുവിൻ നിറം. വീണ്ടെടുപ്പിൻ മുൻപ് നാം ആദത്തിൻ നിറം, വീണ്ടെടുക്കപ്പെട്ട നാം ക്രിസ്തുവിൻ നിറം. ദൈവത്തിന് വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതത്തിനർത്ഥമില്ലല്ലോ. സൃഷ്ടാവിന് വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതം ലാഭമല്ലല്ലോ. ഈ ജീവിതം ലാഭമല്ലല്ലോ. ഈ ജീവിതം ലാഭമല്ലല്ലോ.